കോതമംഗലം കുട്ടമ്പുഴയിൽ ഉൾവനത്തിൽ കാണാതായ 3 സ്ത്രീകളെ രക്ഷപ്പെടുത്തി 14 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മൂവരെയും അറക്കമുത്തി ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്. പശുവിനെ അന്വേഷിച്ചു പോകുന്നതിനിടെ ആനയെ കണ്ടപ്പോൾ ഭയന്ന് വഴിമാറിപ്പോവുകയായിരുന്നു. അധികൃതരുടെയും നാട്ടുകാരുടെയും സമയബന്ധിതമായ ഇടപെടൽ മൂലമാണ് ഇവരെ കണ്ടെത്താനായത്. എനിക്കറിയാം, പക്ഷേ രാത്രി ഞാൻ എങ്ങനെയാണ് അന്വേഷിച്ചു വരുന്നത്? എനിക്ക് ഞങ്ങൾ ഈ കാട് മൊത്തം അരിച്ചു കിടന്നിട്ടുള്ള ആൾക്കാരാ. ആശങ്കയും ഭീതിയും നിറഞ്ഞൊരു ഭയങ്കര രാത്രിയെ അതിജീവിച്ച 3 സ്ത്രീകൾ തിരിച്ചെത്തിയതിന്റെ സന്തോഷമാണ് ഈ കണ്ടത്. ചെറിയ ആശങ്കയല്ലായിരുന്നു ഇന്നലെ കുട്ടമ്പുഴയിൽ. ദിക്കുതിരിയാതെ ഒറ്റപ്പെട്ട കാട്, കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട്, അസ്ഥി മരയ്ക്കുന്ന തണുപ്പ്, ഒളിച്ചിരുന്ന പാറയ്ക്കു താഴെ കാവൽ നിന്ന കാട്ടാന. അവിടെ ഒരു രാത്രി മുഴുവൻ 3 സ്ത്രീകൾ. സർവൈവൽ ത്രില്ലർ സിനിമകൾക്ക് സമാനമായൊരു ഘോരരാത്രിയായിരുന്നു അവർക്കിന്നലെ. ആ രാത്രിയെ അപാരമായ ധൈര്യവും മനസ്സാന്നിധ്യവും കൊണ്ട് അതിജീവിച്ച 3 പെണ്ണുങ്ങൾ. ഈ ദിവസത്തെ സൂപ്പർ വിമൻ ഇവരാണ്: മായ ജയൻ, പാറുക്കുട്ടി കുഞ്ഞുമോൻ, ഡാർലി സ്റ്റീഫൻ. ഞങ്ങൾ ആന ഓടിച്ചു വട്ടം നിൽക്കുമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയാണ് മായയുടെ കാണാതായ പശുവിനെ തേടി മൂവരും അട്ടക്കളത്തെ വനമേഖലയിലേക്ക് പോയത്. ഞങ്ങൾ പശുവിനെ നോക്കി പോയതാണ്. ആനേനെ കണ്ട് മാറിയതാ. ഇല്ല, ഞങ്ങൾ സ്ഥിരം പോണ വഴിയൊക്കെ അറിയായിരുന്നു. പക്ഷേ ചേച്ചിക്ക് വഴി ആനേനെ കണ്ടപ്പോൾ മാറി നടന്നതാ. അപ്പോൾ വഴി മാറിപ്പോയി. ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റാതെ വന്നു ആന വഴിക്ക് നിൽക്കണ കാരണം. ഇതിനിടെ വഴിയിൽ കാട്ടാനയെ കണ്ടു. എല്ലാവരും ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു. ഭയക്കരുത്, മിണ്ടാതിരിക്കണം. പാറക്കുട്ടി മായയ്ക്കും ഡാർലിക്കും നിർദ്ദേശം നൽകി. അനങ്ങിയാൽ ആനയുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് ഭയന്ന് ആന പോകുന്നവരെ അവിടെ നിന്നു. വീട്ടിലേക്ക് യാത്ര തിരിക്കാനായപ്പോഴേക്കും വൈകി. വെട്ടം മങ്ങി തുടങ്ങി. പരിചയമുള്ള ചെക്ക് ഡാം വരെ ശരിയായ ദിശയിലാണ് സഞ്ചരിച്ചത്. അപ്പോഴേക്കും നേരം ഇരുട്ടി, വഴി തിരിയാതായി. നടന്നത് വീട്ടിലേക്ക് എത്തേണ്ടതിന്റെ നേരെ എതിർദിശയിൽ. 6 മണിയോടെ ഒരു പാറയുടെ ചുവട്ടിലെത്തി. ആനത്താരകൾ മുറിച്ചു കടന്ന് വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്ന് ഭയന്ന് വഴിയറിയാത്ത കാട്ടിൽ ഇരുട്ടിൽ ഇനി നടക്കാനാവില്ല. വീടിനോളം വലിയ ആ പാറക്കൂട്ടത്തിൽ ആ രാത്രി തങ്ങാൻ തീരുമാനിച്ചു. പശു വീട്ടിൽ മുമ്പെത്തി. ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി. എല്ലാം വഴിച്ചാലാണല്ലോ, ആന വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ. അപ്പോൾ മുമ്പോട്ട് കിടക്കേണ്ട ഞങ്ങൾ പുറകോട്ടായിപ്പോയി. മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു. വനത്തിൽ കുടുങ്ങിയ കാര്യം കുടുംബത്തെ അറിയിച്ചു. വീട്ടിലും നാട്ടിലും ആകെ ആശങ്കയായി. വനപാലകരും പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും അടക്കം പല സംഘമായി തിരിഞ്ഞ് ഇവരെ തെരഞ്ഞ് കാടുകയറി. വൈകുന്നേരം ഇവർ 4 മണിയോടുകൂടി മകനുമായിട്ട് ഫോണിൽ സംസാരിച്ചു. 4:45 അപ്പോൾ അവർ ഏകദേശം ഒരു ലൊക്കേഷൻ അവർ പറഞ്ഞിരുന്നു. ആ ഇൻഫർമേഷൻ വെച്ചാണ്, ആ ലീഡ് വെച്ചാണ് നമ്മൾ പോയത്. അതിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെട്ടം വന്നതോടുകൂടി തെരച്ചിൽ കുറച്ച് സഹായകരമായി. അപ്പോൾ ആ ഏരിയ തന്നെ നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. തെരഞ്ഞെത്തിയവരെ പാറക്കൂട്ടത്തിന് മുകളിലിരുന്ന പാറക്കുട്ടിയും ഡാർലിയും മായയും കണ്ടിരുന്നു. പക്ഷെ വിളിക്കാൻ ധൈര്യം തോന്നിയില്ല. പാറയ്ക്കു താഴെ കാട്ടാന വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ശബ്ദമുയർത്താൻ ഭയം. ദൂരെ നിന്ന് കൂക്കി വിളിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും രക്ഷപ്പെടുത്താൻ വന്നവരാണെന്ന് അറിയുകയുമില്ലായിരുന്നു. നായാട്ട് സംഘമാണോ എന്ന് പേടി. ഇതിനിടെ ഫോണും ഓഫായി പോയി. ഭയം, ആകെ ഭയം. പിന്നെ വിശപ്പും ദാഹവും, ഇരുട്ടും കൊടും തണുപ്പും. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കാണണേ. അതുപോലെ ഇരുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു 2 മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാന്ന് തോന്നണം. ആന ചുറ്റുപുറമുണ്ടായിരുന്നു. ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ഞങ്ങളുടെ കയ്യിൽ കരുതലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ. അങ്ങനെ ഒരു കരുതലോടുകൂടി അല്ല പോയത്. ഡ്രോൺ അടക്കം തെരച്ചിലിന് ഉപയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കടുത്ത മൂടൽമഞ്ഞ്. രാത്രി വൈകിയും തെരച്ചിൽ തുടർന്നെങ്കിലും വിഫലം. കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായതോടെ തെരച്ചിലിന് പോയ 2 സംഘങ്ങൾ മടങ്ങി. 2 സംഘം കാട്ടിൽ തുടർന്നു. ഒടുവിൽ രാവിലെ വെട്ടം വീണതോടെ മായയുടെ മകൻ ഉൾപ്പെടുന്ന സംഘം കുട്ടമ്പുഴ വനത്തിനകത്ത് 6 കിലോമീറ്റർ അകലെ അറക്കമുത്തിപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് മൂവരെയും കണ്ടെത്തി. ജീവൻ
ജീവൻ തിരികെ കിട്ടിയ ആശ്വാസം. മായ പശുവുമായി ചെക്കിടാൻ പരിസരത്തൊക്കെ പോകാറുള്ളതാണ്. ഡാർലിക്കാകട്ടെ വനത്തിൽ പോയി പരിചയമേ ഇല്ലായിരുന്നു. പാറുക്കുട്ടിയായിരുന്നു കഷ്ടരാത്രിയിലെ ടീം ലീഡർ. ഉറങ്ങിയിട്ടില്ല, ഒരുപാട് കണ്ണുറങ്ങിയിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു, ഒരു പെരയുടെ അത്രയുണ്ട്. അപ്പോൾ എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങൾ പിടിക്കില്ല. അഥവാ അത് കൈ നട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. രാത്രി ജലപാനമില്ലാതെ കഴിഞ്ഞതുകൊണ്ടുള്ള ക്ഷീണമൊഴിച്ചാൽ മൂവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഒന്നുകൂടി, മൂവരും പശുവിനെ തെരഞ്ഞാണല്ലോ കാട് കയറിയത്. ഇവർ മൂവരും തിരിച്ചെത്തുന്നതിന് ഏറെ മുമ്പേ പശു തിരിച്ചു താനേ വീടെത്തിയിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് അധികൃതരും നാട്ടുകാരുമെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് സമയബന്ധിതമായി ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പക്ഷേ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്യാമറമാൻ അഫ്സൽ രാജിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, കൊച്ചി.